രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അൻവറുമായി അനുനയ ചർച്ച നടത്തി എന്നുള്ളത്. അത് അൻവറും അക്കാര്യത്തിൽ പ്രതികരിക്കണം. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടില്ല. ഈ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ചർച്ച നടത്തിയെന്നുള്ള കാര്യത്തിൽ അൻവർ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അൻവറിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ആരോപണങ്ങൾക്ക് പിന്നിലെല്ലാം ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുന്നത്, അതും പോലീസ് ഉദ്യോഗസ്ഥരാണ്, പോലീസുകാരുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിലെ യാഥാർത്ഥ്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതൊരു ഡിപ്പാർട്ട്മെന്റിനെ ഒട്ടാകെ ചോദ്യമുനയിൽ നിർത്തുന്ന കാര്യം കൂടിയാണ്. ഈ വിഷയത്തിൽ എങ്ങനെ സർക്കാർ പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പകർപ്പ് പുറത്തു വരുമ്പോൾ. എന്തായാലും ഇക്കാര്യത്തിലൊരു ഔദ്യോഗികമായൊരു റെസ്പോൺസ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ വരുന്നു. അത്തരം ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായൊരു മറുപടി എന്തായാലും ഓഫീസ് നൽകുന്നില്ല. എന്തായാലും ഈ വിഷയത്തിലെങ്കിലും അത്തരത്തിലുള്ളൊരു മറുപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതൊരു മൊഴി മാത്രമാണ്. ഇത് സ്ഥിരീകരിക്കുന്ന മറ്റ് തെളിവുകൾ ഇനിയിപ്പോൾ അതിൻ്റെ ആധികാരികതയൊക്കെ പറയേണ്ടത് ഒന്നെങ്കിൽ അവർക്ക് നിഷേധിക്കാം, അല്ലെങ്കിൽ അത്തരം കൂടിക്കാഴ്ചയെ തള്ളി പറയാം. സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളൊരു കാര്യത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരം നിർദ്ദേശം വന്നു എന്നുള്ളത് സ്വാഭാവികമായി തള്ളിക്കളയാൻ തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പോലീസിൽ തന്നെ ആരാണ് എന്നത് പറയുന്നുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നതൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ മൊഴിയിലുണ്ടോ? പോലീസിലുള്ള ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരുടെയും പേരെടുത്ത് പറയുകയോ അല്ല അവരുടെ പദവികൾ വ്യക്തമാക്കുകയോ ചെയ്യുന്നില്ല. എന്തായാലും തനിക്കൊപ്പമുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഈ മൊഴിയിൽ അജിത് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ആരുടെയും വ്യക്തികളുടെ പേരെടുത്ത് പരാമർശിക്കുന്നില്ല. തുടരാമോ? സിജോ, അഡ്വക്കേറ്റ് നാഗരാജ് ചേരുന്നുണ്ട്. ADGPക്ക് എതിരായിട്ടുള്ള പരാതിക്കാരൻ കൂടിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് നാഗരാജ്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖകൾ ചമച്ച് ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കേസിലാക്കിയത് എന്നാണ് ഈ മൊഴി പകർപ്പിലുള്ളത്. എന്താണ് യാഥാർത്ഥ്യം? താങ്കളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ലല്ലോ. അതായത് ഈ കേസില് ഈ അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. അതായത് മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട അഴിമതി കേസുകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇതിലൊക്കെ ഇടനിലക്കാരനായും അതിന് ഒത്തുതീർപ്പാക്കി സെറ്റിൽ ചെയ്തെല്ലാം അജിത് കുമാറാണ്. അതുകൊണ്ട് അജിത് കുമാറിനെ കൈയൊഴിയാൻ ഈ മുഖ്യമന്ത്രിക്ക് ആവില്ല, മുഖ്യമന്ത്രി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനും ആവില്ല. അതുകൊണ്ടാണ് തന്നെ ഇനി വേറൊരു പുതിയൊരു അന്വേഷണം ഒന്നും വരരുതെന്നുള്ള ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ഇദ്ദേഹം അജിത് കുമാറിന്റെ മൊഴിയിൽ പറഞ്ഞത്. അപ്പൊ ഇനി വേറൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാലും, അതായത് ഏതന്വേഷിച്ചാലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വിജിലൻസ് വകുപ്പിന്റെ ഹെഡ് എന്ന് പറയുന്ന വകുപ്പ് തലവൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി തന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ മുഖ്യമന്ത്രി ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാനിങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയതെന്നൊക്കെ പറയുമ്പോൾ അത് ഇനി മറ്റൊരു ഉദ്യോഗസ്ഥ അന്വേഷിച്ചാലും ഇദ്ദേഹത്തിന്റെ കുറ്റകൃത്യം പുറത്ത് വരരുതെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ആ രീതിയിൽ ഒരു മൊഴി കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല അതാണ് കുറച്ചുകൂടി സേഫ് എന്നാണോ? താങ്കളുടെ പരാതിയേക്കാൾ കുറച്ചുകൂടി അജിത് കുമാറിന് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭ്യമാകും, അതുകൊണ്ട് ആ രീതിയിലുള്ള മൊഴിയായിരിക്കുമെന്ന അജിത് കുമാറിന്റെ ഗൂഢാലോചനയായിട്ടാണോ താങ്കൾ ഈ മൊഴിയെ കാണുന്നത്? അജിത് കുമാറും മുഖ്യമന്ത്രിയായിട്ടുള്ള ഗൂഢാലോചന ഫലമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു ആരോപണം വന്നപ്പോ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങ് കൈ കഴുകുകയായിരുന്നു. അതായത് ഇതിനു മുമ്പും പിണറായി സർക്കാരിന്റെ രീതിയിലാണ് എന്തെങ്കിലും ആരോപണം വരുമ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് 1-2 പേരെ അങ്ങ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് യോഗ്യം എന്നിട്ട് അവര് നാമമാത്രമായിട്ട് അന്വേഷിച്ചതിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അവരെ കുറ്റവിമുക്തരാക്കുന്ന രീതിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കേസും അതുപോലെ മുഖ്യമന്ത്രി നവംബറിൽ ഒപ്പിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഇതോടെ അദ്ദേഹത്തിന്റെ ഓഫീസിലതോടെ ഇതിപ്പോ അൻവർ സംസാരിച്ചാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അൻവർ കൂടി അറിയണമല്ലോ. അതെ 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 അത് മാത്രമല്ല, വേറൊരു കാര്യം, ഈ മൊഴി പകർപ്പുകള് നാഗരാജിന് തരരുത് എന്ന് പറഞ്ഞിട്ട് സർക്കാർ അഭിഭാഷക കോടതിയിൽ ശക്തമായി വാദിച്ചു. അതായത് കോടതി ഫയൽ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്ക് സർക്കാർ അഭിഭാഷക പറഞ്ഞത് അത് അജിത് കുമാറിനെ തേജോവധം ചെയ്യും, മീഡിയ ട്രയൽ നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അജിത് കുമാറിന്റെ ഈ റിപ്പോർട്ടുകളും അജിത് കുമാറിനെതിരായിട്ടുള്ള റിപ്പോർട്ടും മൊഴികളും ഒന്നും നാഗരാജിന് ഹർജിക്കാരന് കൊടുക്കരുതെന്ന് പറഞ്ഞ് വാദിച്ചു. അപ്പൊ അതിനെ കോടതി തള്ളി, സർക്കാരിന്റെ ആവശ്യം തള്ളി. കാരണം ഹർജിക്കാരന് ഇതിന്റെ പകർപ്പൊക്കെ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് പറഞ്ഞാണ് കോടതി എന്റെ അടുത്ത് ഇത് കോപ്പി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഇതെല്ലാം എടുത്തോളാൻ പറഞ്ഞത്. അപ്പോൾ സർക്കാർ തുടക്കത്തിലെ എന്തോ മൂടി വെക്കുകയാണ്. കാരണം ഇതൊന്നും വെളി വരരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് സർക്കാർ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സർക്കാർ വിചാരിച്ചത് ഇങ്ങനെ കോടതിയിലെത്തുന്ന ഒരു സർക്കാർ കരുതിയതേയില്ല. കാരണം മുഖ്യമന്ത്രി ഒപ്പിട്ട് അതങ്ങ് തീർന്നു എന്നാണ് അവർ കരുതിയത്. ഇയാൾക്ക് DGP പദവിയും ലഭിക്കും, ആ രീതിയിൽ പോകുന്നതാണ് കരുതിയത്. ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് സർക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാണ് സർക്കാരിന് ഇതെല്ലാം പുറത്തു വരാനുള്ള കാര്യം. കോടതി ക്ലീൻ ചിറ്റ് കൂടി കോടതി തള്ളിയത് കൊണ്ട് കൂടുതൽ സമ്മർദ്ദത്തിലായിട്ടുണ്ടാവും അല്ലേ? അതെ 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 നിയമപരമായിട്ട് എങ്ങനെയാണ് പറയൂ? അതെ, മുഖ്യമന്ത്രി അതായത് ഇപ്പൊ ഇദ്ദേഹം ഈ പൊസിഷൻ ഇപ്പം
എക്സൈസ് കമ്മീഷണർ ആയാലും ഇദ്ദേഹം ഒരു സർവീസ് ഇരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ ഒരു 6 മാസത്തേക്കെങ്കിലും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറയണം. അതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇത്രയും ഇതെല്ലാം പുറത്തു വന്ന ശേഷം അതുകൊണ്ട് മുഖ്യമന്ത്രി അതിനുള്ള ഒരു ധൈര്യം കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, അതായത് ഇനി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ഏത് തരത്തിലായിരിക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ഈ മൊഴി കൂടി അടിസ്ഥാനപ്പെടുത്തി? അതെ, ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇനി നേരിട്ട് അന്വേഷിക്കുകയാണ്. കോടതി നേരിട്ട് അന്വേഷിച്ച് കോടതി നേരിട്ട് സാക്ഷിമൊഴികളൊക്കെ രേഖപ്പെടുത്തുകയും കോടതി റെക്കോർഡ്സ് ഒക്കെ കോടതി തന്നെ കോൺഫോർ ചെയ്യുകയും ചെയ്യും. കോടതിക്ക് സ്വന്തം നമ്മൾ കൊടുത്ത സാക്ഷ്യപ്പട്ടിക കൂടാതെ കോടതിക്ക് അധികാരമുണ്ട്, വിവേചന അധികാരമുണ്ട്. ഇപ്പോൾ ഏതൊക്കെ സാക്ഷികളെ കൂടുതലായിട്ട് വിസ്തരിക്കണം. താങ്കളുടെ മൊഴി എടുക്കുന്നതിൽ ഡേറ്റ് ആയോ? അതെ, 30-ാം തീയതിയാണ് എന്റെ മൊഴി എടുക്കുന്നത്. 30-ാം തീയതി. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് നാഗരാജ് പ്രതികരിച്ചതിന്. അദ്ദേഹം ആരോപിച്ചതുപോലെ സർക്കാരിന്റെയും അജിത് കുമാറിന്റെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴിപ്പാർപ്പ് എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക്, മറ്റ് പോലീസുകാരുടെ തലയിലേക്ക് കാര്യങ്ങൾ ഇട്ടിട്ട് ഇതിൽ നിന്ന് നടന്നിരിക്കുന്ന യഥാർത്ഥ ഗൂഢാലോചന മാറ്റിവെക്കാൻ വേണ്ടിയുള്ള വഴിയാണ് സർക്കാർ തേടിയിരിക്കുന്നത് എന്നാണ് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് നാഗരാജ് പറയുന്നത്. സിജോ വിജോൺ വീണ്ടും ചേരുന്നുണ്ട്. സിജോ, ഇന്നലെ തന്നെ